നല്ല എളുപ്പത്തിൽ നമ്മുടെ കാലുകൾ വൃത്തിയാക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിനി പെഡിക്യൂറാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പെഡിക്യൂർ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കാലൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അതിനാവശ്യമായിട്ടുള്ളൊരു പാത്രം എടുക്കണം. അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ കാലെല്ലാം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷാമ്പുവും കൂടെ വേണം. അപ്പോൾ ഇതുപോലൊരു സാമ്പിൾ പാക്കറ്റാണ് കേട്ടോ ഞാൻ ഷാമ്പു എടുക്കുന്നത്. ഇനിയിപ്പോൾ ഷാമ്പു ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നന്നായിട്ട് പത തരുന്ന ആ ഒരു സോപ്പ് കുറച്ച് ഇങ്ങനെ നന്നായിട്ട് പതിച്ച് അങ്ങനെ ആഡ് ചെയ്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ ഷാമ്പു ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഞാൻ 2-3 ഡ്രോപ്പ് ഇതുപോലെ ഒരു പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. എൻ്റെ കാല് കുറച്ചായിട്ട് ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓയിൽ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കാലിന് ആ ഒരു പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഓയിൽ ആഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ കാല് സോക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുൻപായിട്ട് നെയിൽ പോളിഷ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ എൻ്റെ കാലിലെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കാലിലെ നെയിൽസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ ആയില്ലേ നഖം ഇങ്ങനെ വളർത്തുന്നത്, അതും ചിലതൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ലെവലായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അത് വളരുമല്ലോ പിന്നീട് വളർത്താമെന്നുള്ളത്. അതിനുശേഷം ഞാൻ ഇതുപോലെ കാലിങ്ങനെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഒട്ടും ടൈമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു 5-6 മിനിറ്റ് നേരം വെച്ചാലും മതിയാകും. ഇപ്പോൾ കാലൊക്കെ നന്നായിട്ട് സോക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കാലൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണം. നെയിൽസിൻ്റെ ആ ഒരു വശത്തെ ആ ഒരു ഡേട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് കളയണം. ചെളിയെല്ലാം ഉണ്ടാവും നഖത്തിൻ്റെ സൈഡിലെല്ലാം. അപ്പോൾ ഇതുപോലൊരു സ്ലൈഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ പെഡിക്യൂർ സെറ്റൊക്കെ ഉള്ളവർ അത് എടുത്തിട്ട് ചെയ്യാം. ആ ഒരു സെറ്റിൽ ബ്ലേഡും കാര്യങ്ങളും എന്തൊക്കെ ഉണ്ട് നമുക്കിതിങ്ങനെ വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അതെല്ലാം എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അതില്ലാത്തവർ ഇതുപോലെ സ്ലൈഡോ ഈർക്കിലിയോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്കതിങ്ങനെ റിമൂവ് ചെയ്യാം കേട്ടോ, നഖത്തിൻ്റെ അടിയിലും സൈഡിലൊക്കെയുള്ള ആ ഒരു ചെളിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതുപോലെ സ്ലൈഡ് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. ആ ഒരു പെഡിക്യൂർ സെറ്റൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ഇതുവരെ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് വെച്ച് ചെയ്താലും നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് ഉണ്ടാവും. ഇതുപോലെ നമ്മുടെ നെയിൽസിൻ്റെ അടിയിലെ ആ ഒരു ഡേട്ടും കാര്യങ്ങളും അതുപോലെ ചെളി ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇപ്പം ഒരുപാട് ശ്രദ്ധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നഖത്തിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ ചെളിയൊക്കെ ഉണ്ടാവും. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കാല് കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് നഖം കഴുകില്ല എന്നുണ്ടെങ്കിൽ ചെളി കയറിയിരിക്കാൻ എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ പുറത്തൊക്കെ ജസ്റ്റ് ഇറങ്ങിയാൽ കൂടി നമുക്ക് എങ്ങനെയൊക്കെ നഖത്തിൻ്റെ അടിയിൽ ചെളി കയറും. നഖം വളർത്താത്തവരാണെങ്കിലും കയറും കേട്ടോ. നഖം വളർത്തിയാലും നന്നായിട്ട് നമ്മൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ കുഴിനഖം എല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ചെയ്യുന്നത് നല്ല ഹെൽപ്പായിരിക്കും കേട്ടോ. നല്ലോണം ഡേട്ടും കാര്യങ്ങളെല്ലാം കളയുക, അതല്ലെങ്കിൽ കുഴിനഖമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ കാലിൻ്റെ ആ ഒരു അടിഭാഗം ഉണ്ടല്ലോ, ഉപ്പൂറ്റിൻ്റെ ആ ഒരു ഭാഗമെല്ലാം നമുക്ക് കല്ലിലൊക്കെ ഉരച്ചിട്ട് വൃത്തിയാക്കാവുന്നതാണ്. ഇനി ഞാൻ നഖം ഒന്നും കൂടെ ഒന്ന് ഉരച്ച് കഴുകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അതിനായിട്ട് ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ, നമ്മൾ നഖമെല്ലാം കഴുകുന്ന ആ ഒരു ബ്രഷിൽ കുറച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് ഉരച്ച് കഴുകുന്നുണ്ട്. നന്നായിട്ട് വൃത്തിയാവും കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വെളുക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ നഖം. അപ്പം ആ ഒരു സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളെന്താ ഒരു സ്ക്രബിങ് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഞാൻ 2 ടീസ്പൂണാണെന്ന് തോന്നുന്നത്, ടീസ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ലെമൺ ജ്യൂസാണ്, ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യാനായിട്ട് പച്ചപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കാലിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. ഇതുപോലെ നമ്മൾ ഇടയ്ക്കൊക്കെ സ്ക്രബ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്ന് ആ ഒരു ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ആ ഒരു ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിൽ ആ ഒരു നല്ല ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഒരു ആഴ്ചയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇട്ട ആ ഒരു വീഡിയോസിലൊക്കെ ആരൊക്കെയോ 1-2 പേരൊക്കെ ആണെന്ന് തോന്നുന്നു കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫിൽറ്റർ യൂസ് ചെയ്തിട്ടാണ് വീഡിയോസ് ഇടുന്നത്. അങ്ങനെ ഫിൽറ്റർ ഇടാന്നുണ്ടെങ്കിൽ ഇതുപോലെ പെഡിക്യൂർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫിൽറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ്നസ് കിട്ടും, നല്ല റിസൾട്ടൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അതിൽ വന്നിട്ടുണ്ടായിരുന്നത് ആദ്യം ഫിൽറ്റർ ഇട്ടു, പിന്നെ ഫിൽറ്റർ ഓഫാക്കി, പിന്നെ വീണ്ടും ഫിൽറ്റർ ഇട്ടു, അങ്ങനെയാണ് വീഡിയോ കാണിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. ഞാൻ എൻ്റെ ഓരോ വീഡിയോസിലും ഫിൽറ്റർ യൂസ് ചെയ്യാറില്ല. ഇടയ്ക്ക് റിംഗ് ലൈറ്റ് ഇടാറുണ്ട്. റിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിൽറ്റർ ഇട്ട പോലെയല്ല, നല്ലൊരു ക്ലാരിറ്റി കിട്ടും, അതേ ഉള്ളൂ. അതല്ലാണ്ട് ഫിൽറ്റർ ഇടാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിച്ചോട്ടെ. എനിക്ക് നഷ്ടമൊന്നും വരാനില്ല, അല്ലാണ്ട് എനിക്കൊന്നും പറയാനായിട്ടില്ല കേട്ടോ.
അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ സ്ക്രബിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നത് ടാൻ റിമൂവിങ് ഒരു പാക്കാണ് കേട്ടോ. അതിനായിട്ട് ഫസ്റ്റ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതേ അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി വളരെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്യാനായിട്ട് പച്ച പാലാണ് കേട്ടോ, റോ മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആരോ കമൻറ്റ് പറയുന്നത് കേട്ടു കസ്തൂരി മഞ്ഞൾ വെള്ള കളറാണ്, മഞ്ഞ കളറൊന്നും അല്ല എന്നുള്ളത്. പക്ഷേ എൻ്റെ നാട്ടിൽ കിട്ടുന്ന കസ്തൂരി മഞ്ഞളിന് മഞ്ഞ കളർ തന്നെയാണ് കേട്ടോ. ഞാൻ ഇതുവരെ വെള്ള കളറുള്ള ഒരു കസ്തൂരി മഞ്ഞൾ കണ്ടിട്ടില്ല. ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ എന്താ പരസ്യമൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ അതിൻ്റെ ചെടിയുണ്ട്, കസ്തൂരി മഞ്ഞളിൻ്റെ ആ ഒരു ചെടിയെല്ലാം ഉണ്ട്. അതെല്ലാം മഞ്ഞ കളറാണ്. അപ്പോൾ എനിക്കറിയില്ല ഇനിയിപ്പം വെള്ള കളറുള്ളതുണ്ടോയെന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനൊക്കെ യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഞാനിത് വാങ്ങിക്കുന്നതും ഈ അങ്ങാടിക്കടയില്ലേ അവിടെ നിന്നാണ്. അപ്പം അവരെല്ലാം എടുത്തു തരുന്നതും ഈ ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ മഞ്ഞ കളറുള്ളതാണ് കേട്ടോ. എനിക്കറിയില്ല ഇനി വെള്ള കളർ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അങ്ങനെ അപ്പം കാല് നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കത് വാഷ് ചെയ്തിട്ട് കളയാം. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ബോഡി ലോഷനോ മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ അതിന് പകരമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്ലിസറിനും അതുപോലെ തന്നെ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് അതാണ് കേട്ടോ കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഡ്രൈ സ്കിൻ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് എനിക്ക് കാല് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നന്നായിട്ട് നമ്മുടെ കാല് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ കുറേ ടൈം ഇങ്ങനെ നല്ല രീതിക്ക് സോഫ്റ്റ് ആക്കിയിട്ട് വെക്കും. ഈ ഒരു സംഭവം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാം കേട്ടോ, നന്നായിട്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക്. ഇനി ലാസ്റ്റായിട്ട് ചെയ്യുന്നത് നമ്മുടെ എപ്പോഴും ഞാൻ എൻ്റെ പെഡിക്യൂർ കഴിഞ്ഞിട്ടുള്ള വീഡിയോസിൽ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നെയിൽ പോളിഷാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞ് നഖത്തിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും നാളും വലിയ നഖത്തിലായിരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാണ് കേട്ടോ നെയിൽ പോളിഷ്. നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഞാൻ കൊലുസും ഇട്ടിട്ടില്ല, മിഞ്ചി ഇട്ടിട്ടില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ കൊലുസും മിഞ്ചിയും എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ മുൻപുള്ള വീഡിയോസിലെല്ലാം ആദ്യമൊക്കെ ഞാൻ ഇത് ഇടില്ലായിരുന്നു. അന്നേരം എല്ലാവരും ഇങ്ങനെ പറയായിരുന്നു കൊലുസും മിഞ്ചി ഇട്ടിട്ടുള്ള വീഡിയോസ് ഇടണമെന്ന്. അപ്പോൾ അങ്ങനെ കൊലുസും ഇട്ടിട്ടുണ്ട്, മിഞ്ചിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് വന്നിട്ട് കമൻറ്റ് ഇടുക കേട്ടോ. അതല്ലാണ്ട് ഒന്നും ട്രൈ ചെയ്യാണ്ട് ഇത് ഫുൾ ഫിൽറ്ററാണെന്നൊന്നും അങ്ങനെയൊന്നും പറയരുത്. കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഫിൽറ്റർ അല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ടൈമിലൊക്കെ ലാസ്റ്റ് റിംഗ് ലൈറ്റ് ഓൺ ആക്കാറുണ്ട് ആ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഫിൽറ്ററാന്ന് പറഞ്ഞിട്ടാണ് കുറേ പേര്, പക്ഷേ ഫിൽറ്റർ അല്ല കേട്ടോ, ദൈവത്തിനെ ഓർത്തിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് വന്നിട്ട് പറയാം കേട്ടോ.